നമസ്കാരം. സാധാരണ കണ്ടുവരുന്ന രോഗങ്ങൾക്കുള്ള ഒറ്റമൂലികൾ. ദഹനക്കുറവ്. ദഹനക്കുറവിന് തിപ്പലിവേര്, കാട്ടുതിപ്പലി, ചുക്ക് എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം ദിവസേന പലതവണ കുടിക്കുന്നത് ദഹനക്കുറവിന് നല്ലതാണ്. ജീരകവെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് പതിവാക്കുക. മല്ലിയും അതിൻ്റെ പകുതി ചുക്കുമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഗുണം ചെയ്യും. പനി. ചിറ്റമൃത് കഷായം. ചിറ്റമൃത് 2 കഷ്ണം തൊലി കളഞ്ഞെടുത്ത് ചതച്ച് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് നേർപകുതിയാക്കി 2 നേരം കുടിക്കുന്നത് പനിക്ക് വളരെ നല്ലതാണ്. തുളസിയില, കിരിയാത്തിൻ്റെ ഇല എന്നിവ 5 വീതം 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി കുറച്ച് 2 നേരം കുടിക്കുക. നെല്ലിക്കത്തോട് 5 എണ്ണം, മുത്തങ്ങ 5, പർപ്പിടകപ്പുല്ല് 3 തണ്ട് എന്നിവയെല്ലാം ചേർത്തരച്ച് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി 2 നേരം കഴിക്കുന്നത് പനിക്ക് നല്ലതാണ്. പൂവാങ്കുരുന്നില പാലിലരച്ച് കുടിക്കുന്നത് പനിക്ക് ഗുണം ചെയ്യും. മുയൽ ചെവിയൻ സമൂലം ഇടിച്ചു പിഴിഞ്ഞ് 5 മില്ലി നീരിൽ 10 മില്ലി വെള്ളവും ചേർത്ത് 2 നേരം കഴിക്കുക. ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് 5 മുക്കുറ്റി മുഴുവനായെടുത്ത് 5 കുരുമുളക് കൂടി ചേർത്തരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഉഴിഞ്ഞയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കവിൾ കൊള്ളുന്നത് ചുമയ്ക്കും ജലദോഷത്തിനും നല്ലതാണ്. ആടലോടകത്തിൻ്റെ നീര് 1 ടീസ്പൂൺ എടുത്ത് 1 ടീസ്പൂൺ തേനും ചേർത്ത് കഴിക്കുക. തുളസി, ചുക്ക്, കുരുമുളക് എന്നിവ സമം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക. ജീരകവും ചുക്കും ഒരേ അളവിൽ പൊടിച്ച് ആവശ്യത്തിന് കൽക്കണ്ട പൊടിയും ചേർത്ത് ദിവസവും കഴിക്കുന്നതും നല്ലതാണ്. തൊണ്ടവേദനയ്ക്ക് തുളസിയിലയും കുരുമുളകും കൂടി വായിലിട്ട് ചവയ്ക്കുക. ചെറുനാരങ്ങ നീർ ചൂടാക്കി തേൻ ചേർത്ത് 3 നേരം കുടിക്കുക. തലവേദനയ്ക്ക് ഉപ്പ് വെള്ളത്തിൽ നനച്ച തുണി നെറ്റിയിലിടുന്നത് തലവേദനയ്ക്ക് ഗുണം ചെയ്യും. മുരിങ്ങ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടുന്നതും വേദനയ്ക്ക് നല്ലതാണ്. ചുക്ക് അരച്ച് പുരട്ടുക. കുരുമുളകും അരിയും ചൂടുവെള്ളത്തിൽ അരച്ച് നെറ്റിയിൽ പുരട്ടുക. വയറിളക്കം. മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് വയറിളക്കത്തിന് നല്ലതാണ്. ജാതിക്ക കുരു ചുട്ടുപൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുക. 5 മില്ലി കറുകനീരും മുക്കുറ്റി നീരും ചേർത്ത് 2-3 പ്രാവശ്യം കഴിക്കുന്നതും വയറിളക്കത്തിന് നല്ലതാണ്. ഇഞ്ചി നീരിൽ തേൻ ചേർത്ത് കഴിക്കുക. വയറുവേദന. ചുക്കുപൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുക. 1 സ്പൂൺ ജീരകം 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി കുടിക്കുക. അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വയറുവേദനയ്ക്ക് നല്ലതാണ്. കായം പൊടിച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഗുണകരമാണ്. ഛർദി. കറുവാപ്പട്ട ചവച്ചിറക്കുന്നത് ഛർദിക്ക് നല്ലതാണ്. കൂടാതെ ഏലക്കാക്കുരു പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുന്നതും നല്ലതാണ്. മലരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഛർദിക്ക് നല്ലതാണ്. രുചിയില്ലായ്മയ്ക്ക്. രുചിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ജീരകം വറുത്ത് പൊടിച്ച് 1 ടീസ്പൂൺ എടുത്ത് തേൻ ചേർത്ത് പലതവണയായി കഴിക്കുന്നത് നല്ലതാണ്. ചർമ്മരോഗങ്ങൾക്ക്. ചർമ്മരോഗങ്ങൾക്ക് വെളുത്തുള്ളി നീര് പുരട്ടുന്നത് നല്ലതാണ്. കൂടാതെ മഞ്ഞളും ആര്യവേപ്പിലയും അരച്ച് പുരട്ടുന്നതും നല്ലതാണ്. കടുക് അരച്ചിടുന്നതും ചർമ്മരോഗങ്ങൾക്ക് ഗുണം ചെയ്യും. വളംകടി. വെളുത്തുള്ളിയും മഞ്ഞളും ചേർത്തരച്ച് ഉപ്പുനീരിൽ ചാലിച്ച് പുരട്ടുന്നത് വളംകടിക്ക് ഗുണം ചെയ്യും. വാദം കൊണ്ടുള്ള വേദനയ്ക്ക് 5 അല്ലി വെളുത്തുള്ളി 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുക. കടുകോ ഉപ്പോ ചൂടാക്കി കിഴിവെക്കുന്നത് വേദന കുറയ്ക്കാൻ നല്ലതാണ്. കടുകും കുരുമുളകും അരച്ചു പുരട്ടിയാൽ വേദനയ്ക്ക് ശമനം കിട്ടും. വാദം കൊല്ലി, കരിനൊച്ചി, കുറ്റിപ്പാണൽ എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.